ഈ മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്ന രോഗങ്ങളായിരിക്കും ഇനി ജലദോഷവും ചെവിവേദനയും ഒക്കെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ ചെവിവേദനയ്ക്ക് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വലിയ ആളുകളിലെ പോലെ തന്നെ ചെവിയിൽ നിറയുന്ന വാക്സ് ആണ്. സാധാരണഗതിയിൽ നമ്മളുടെ വായിലെ തുപ്പൽ പോലെയും കണ്ണിലെ കണ്ണീര് പോലെയും ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് പോലെയും ഉള്ളൊരു നോർമൽ സെക്രീഷനാണ് ചെവിയിലെ വാക്സ്. അത് തനിയെ തന്നെ ക്ലീൻ ചെയ്തു പോകുന്ന ഒരു പ്രക്രിയ ബോഡിക്കുണ്ട്. നമ്മളായിട്ട് ഇയർബഡ്സ് ഒന്നും ഇട്ട് അതിനെ ഉള്ളിലേക്ക് തള്ളി വെക്കാതെ അത് തനിയെ പോകാനുള്ളൊരു, നമ്മൾ സാധാരണമായിട്ട് ചെയ്യേണ്ടത് ബഡ്സ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ചെവിയിൽ നിന്നും വാക്സ് അല്ലാതെ തന്നെ പോയിക്കോളും. ഇനി എങ്ങാനും ചെവിയിൽ വാക്സ് നിറയുന്ന പ്രകൃതമുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ അതൊരു ENT ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൊണ്ട് തന്നെ അത് എടുത്ത് കളയിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട്, ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ചെവിയിൽ ഈർപ്പം നിൽക്കുകയും പൂപ്പൽ വളരുകയും ചെയ്ത് ഓട്ടോമൈക്കോസിസ് അഥവാ ചെവിയിലെ ഫംഗൽ ഇൻഫെക്ഷൻ ആയി കുഞ്ഞുങ്ങൾ OPയിൽ വരാറുണ്ട്. ഇതിന് പ്രധാനമായും കാരണം നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചെവിയിൽ വെള്ളം കയറുന്നതാണ്. ഈ 2-3 കുട്ടികളുള്ള വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചീറ്റിക്കളിക്കുകയും അല്ലെങ്കിൽ വെള്ളം തെറിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, വെള്ളത്തിൽ കളിക്കുക എന്നുള്ള സംഭവം ചെയ്യുമ്പോഴാണ് ഈ ചെവിയിൽ ഈർപ്പം കയറി അവിടെ പൂപ്പൽ വളർച്ച ഉണ്ടാവുകയും അത് കാരണം ചെവിവേദന സാധാരണമായി ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി മധ്യകർണത്തിലേക്ക് വരാനാണെങ്കിൽ ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അത് നമുക്ക് ഒരു ഡോക്ടറിനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചെവിപ്പാടയിലെ ചുമപ്പ്, ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മധ്യകർണത്തിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കാരണമുള്ള വേദന കുട്ടികളിൽ ചെവിയിൽ അനുഭവപ്പെടുന്നത്. സാധാരണമായും ജലദോഷം വന്നതിന് ശേഷമാണ് നമുക്ക് ചെവിയിൽ മധ്യകർണത്തിലായിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. മൂക്കുന്ന് ചെവിയിലേക്കുള്ള ട്യൂബ്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബിലൂടെയാണ് മൂക്കുന്ന് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പോകാറ്. ചെറിയ കുട്ടികളിൽ ഈ ട്യൂബ് എന്ന് പറയുന്നത് വളരെ ചെറുതും വളരെ വികസിച്ചതുമായതുകൊണ്ട് എളുപ്പം തന്നെ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ എത്തും. അതുകൊണ്ട് തന്നെ ജലദോഷം വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ജലദോഷം കൂടാതെ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്നെടുത്ത് മൂക്കുന്ന് ചെവിയിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നീട് കുഞ്ഞുങ്ങളിൽ സാധാരണമായി ചെവിവേദന വരുന്നത് അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി വളർന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങളിലാണ്. അത് കാരണം ചെവിയിൽ വേദന വരാറ്. അതായത് മൂക്കിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ഉള്ള ടോൺസിൽ പോലത്തെ ഒരു ഗ്രന്ഥി കുഞ്ഞുങ്ങളിൽ മാത്രം കാണുന്നതാണ് അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി. അതൊരു 10-11 വയസ്സിൽ വലിഞ്ഞു പോകേണ്ട ഒരു ഗ്രന്ഥിയാണ്. ചില കുഞ്ഞുങ്ങളിൽ അടിക്കടി വരുന്ന ജലദോഷം കാരണവും അലർജി കാരണവും ഇൻഫെക്ഷൻ കാരണവും ഈ ഗ്രന്ഥിയുടെ വലിപ്പം കൂടുകയും അത് ഈ മൂക്കിന് ചെവിയിലേക്കുള്ള ട്യൂബിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ചെവിയിൽ വേദനയായിട്ടത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അഡിനോയിഡ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് നേരത്തെ തന്നെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സ, അത് ചെറിയ ഗ്രന്ഥി വളരെ ചെറുതായിട്ടേ വളർന്നിട്ടുള്ളെങ്കിൽ അത് മരുന്ന് കൊണ്ടും, വലിപ്പം കൂടുതലാണെങ്കിൽ അത് സർജറി കൊണ്ടും റിമൂവ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് കാരണമുള്ള ചെവി വേദന നമുക്ക് പതുക്കെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നീടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെവിയിൽ തന്നെ വരുന്ന ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ വാക്സ് കാരണമോ ഒന്നുമല്ല. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ പുഴുപ്പല്ല് സാധാരണമായി കാണാറുണ്ട്. അപ്പോൾ ഈ പല്ലിലെ ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ നാക്കിൽ ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ, തൊണ്ടയിൽ വേദന വന്നു കഴിഞ്ഞാൽ അതിൽ വേദന ചെവിയിൽ അറിയും. അതിനെയാണ് റെഫേർഡ് ഇയർ പെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വേറെ ഒരു കാരണവും കുഞ്ഞുങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ചെവി വേദന എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അവയവങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ പല്ലുവേദനയുണ്ടോ പുഴുപ്പല്ലുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡെന്റൽ ഹൈജീൻ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പുഴുപ്പല്ലുള്ള കുഞ്ഞുങ്ങളിൽ എളുപ്പം തന്നെ ചെവി വേദനയായിട്ട് കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇനി തീരെ ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിൽ നമ്മൾ മുലയൂട്ടുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചെവിവേദന വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കിടന്ന് പാലൂട്ടരുത് എന്നുള്ളതാണ്. നമ്മൾ കിടന്ന് കൊടുക്കുമ്പോഴേക്കുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുന്ന് ചെവിയിലേക്കുള്ള ട്യൂബ് വഴി ചെവിയിൽ പാലെത്തുകയും അത് അവിടെ സ്റ്റെറൈലായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെയും നീർക്കെട്ടായിട്ട് അതവിടെ പ്രസൻറ്റ് ചെയ്യും. ഇല്ല, അതിലൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ പിന്നീട് ചെവിയിൽ നിന്ന് പഴുപ്പായിട്ടും ഒക്കെ വന്ന് അത് ഇൻഫെക്ഷനായി മാറി അത് പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനേക്കാളും നമ്മൾ കിടന്ന് പാലൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ കൊച്ചുകുട്ടികളിൽ ഉള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും കപ്പലണ്ടി പോലുള്ള അല്ലെങ്കിൽ മാതളം പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെ ഇരുന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുന്ന ആ സമയങ്ങളിൽ മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഓരോന്നായിട്ട് കൊടുക്കുക. അത് കൃത്യം വായിൽ പോവുക തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാം. ചില കുട്ടികൾ
ഇത് മൂക്കിലും ചെവിയിലുമൊക്കെ എടുത്തു വെച്ച് അത് അവിടെ ഇരുന്ന് അത് ഇൻഫെക്ഷന് കാരണമായി അത് കാരണം ചെവി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ ചെവി വേദന വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. ചെവി വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അതായത് ചെവിയിൽ ഒരു കാരണവശാലും ബഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ഓൾവേസ് കീപ് ദ ഇയർ ഡ്രൈ, അതായത് ചെവിയിൽ ഈർപ്പം ഇരിക്കുക എന്നുള്ളതാണ്. ചെവിയിൽ വെള്ളം കയറാതിരിക്കുക. അതുപോലെ തന്നെ ജലദോഷം വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ് ചെയ്യുക. അതൊരു ചെവിവേദനയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഡിനോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കുട്ടികളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ തേടുക. അതുപോലെ തന്നെ ചെവിയിൽ ഫോറിൻ ബോഡീസ്, അതായത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ സാധാരണ പെൻസിലും പേനയും ഒക്കെ എടുത്ത് ചെവിയിലിട്ട് മുറിവ് വരുത്തി അങ്ങനെയും ചെവി വേദന വരാം. അതൊക്കെ ഒന്ന് വീടുകളിൽ കുറച്ച് കുസൃതി കൂടുതലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങളുമായിട്ട് അവർ കളിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യുക കൂടെ നിന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ഡെൻ്റൽ ഹൈജീൻ, പുഴുപ്പലുള്ള കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അതൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി കുഞ്ഞുങ്ങളിൽ എങ്ങാനും രാത്രിയിൽ ചെവിവേദന, പ്രത്യേകിച്ചും ചെവിവേദന, പല്ലുവേദന, ഇവയൊക്കെ നൊക്ടേണൽ പെയിൻ ആണ്, രാത്രി കാലങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുന്ന പെയിൻ ആണ്. അപ്പം നമ്മളൊരു 2 മണി 3 മണിക്ക് എഴുന്നേറ്റ് കുട്ടികൾ കരയുമ്പോൾ നമ്മളും ടെൻഷനായി പോകും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു ഡോസ് പാരസെറ്റമോൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് വേദനയോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഡോസ് പാരസെറ്റമോൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ആ പനി വരുമ്പോൾ കൊടുക്കുന്ന അതേ ഡോസിൽ തന്നെ കുഞ്ഞിന് പാരസെറ്റമോൾ കൊടുക്കുകയും പിറ്റേ ദിവസമായി കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ പകൽ സമയത്ത് കുട്ടിക്ക് ചെവിവേദന തലേന്നുണ്ടായിരുന്നെങ്കിൽ പോലും പകൽ സമയത്ത് പ്രസൻറ്റ് ചെയ്തോളണം എന്നില്ല. അന്നും ചിലപ്പോൾ രാത്രി ആയിരിക്കും വരിക. അപ്പം രാത്രി എപ്പോഴെങ്കിലും കുട്ടിക്ക് ചെവിവേദന വരികയാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം എന്തായാലും ഡോക്ടറെ കാണുക തന്നെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെവിവേദന വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ളത്.